പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ അനുഗ്രഹത്തിലേക്ക് ഈ ദിവസത്തിൻ്റെ വാതിൽ നമ്മൾ തുറക്കുകയാണ്. ദൈവം നിങ്ങളെ അഭിവാദനം ചെയ്യട്ടെ. ഇന്ന് പോകുന്നിടത്തെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാകട്ടെ. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇവിടെ നമ്മുടെ പ്രാർത്ഥന ആവശ്യം പറ മക്കളെ. കൈകൾ കൂപ്പി ശിരസ്സ് നമിച്ച് കർത്താവിന് തിരുസ്ഥിതി നിൽക്കുന്നു എന്നുള്ള ബോധം വരുത്തി പ്രാർത്ഥന ആവശ്യം പറയുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് അങ്ങനെ മക്കളെ കൈവാർന്ന് കൈക്കൊള്ളണമേ. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കൃപാസാൽത്താര ജീവനുടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ അങ്ങനെ മക്കൾ ഇപ്പോൾ അവരെ ആശ്രയം വെച്ചിരിക്കുന്ന ഓരോ വിഷയത്തിൻ്റെ മേലും ദൈവികമായ ചൈതന്യവും സാന്നിധ്യവും പ്രസരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മുതുകിന് നീരിറങ്ങി കിടക്കുന്നവരുണ്ട്, ഉദരത്തിന് നീര് കുടുങ്ങിയവരുണ്ട്, കർത്താവെ ആന്തരിക അവയവങ്ങൾക്ക് പഴുപ്പ് പറ്റിയവരുണ്ട്. അവരെ എല്ലാം കർത്താവെ നീ സ്പർശിക്കണമേ. ആശുപത്രി നിൽക്കുന്നവരും ബൈസ്റ്റാൻഡേഴ്സിനെ സ്പർശിക്കണേ കർത്താവ്. ഇന്ന് ബ്ലഡ് കൊടുത്ത് ടെസ്റ്റ് ചെയ്യാൻ പോണവരും ബയോപ്സിക്ക് പോകുന്ന ബയോപ്സിയുടെ റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നവരെല്ലാം കർത്താവ് അവർ സന്തോഷത്തിൻ്റെ സദ്വാർത്തയായിട്ട് റിസൾട്ട് വരാൻ ഇടയാകണം പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കർത്താവെ കിടന്നു പോയവരെ, കർത്താവ് ഇവിടെ നോക്കാൻ ഒരാൾ വീട്ടിൽ പോലും നില്ലാത്തവരെ അവരെ പ്രത്യേകം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എന്നെ ഇങ്ങനെ കിടത്തി കളയല്ലേ തമ്പുരാനെ, എന്നെ അങ്ങോട്ട് വിളിച്ചേക്കെന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുമുണ്ട്. അങ്ങനെ എല്ലാവരുടെയും സങ്കടങ്ങളെ നീ ഏറ്റെടുക്കണം കർത്താവെ. അവർക്കെല്ലാം നീ സന്ധിപ്പ് നൽകണം കർത്താവ്. ഒരു മനുഷ്യനെയും കണ്ടുകൊണ്ടല്ല കർത്താവെ നീ ഞങ്ങൾ സൃഷ്ടിച്ചത് ഞങ്ങൾക്ക് നല്ല ബോധ്യപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കർത്താവെ, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് ഈശോ പറയുമ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടാണ് നിങ്ങൾക്കെല്ലാം ചെയ്യേണ്ടത്, മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടല്ല എന്നുള്ള വലിയ സത്യം കർത്താവിൻ്റെ മക്കളെ മനസ്സിലാക്കണം. കർത്താവെ, ഞങ്ങളുടെ ശ്വാസങ്ങളിലും നിന്നെ കൂട്ടിക്കൊണ്ട് കർത്താവെ ജീവിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഉണ്ടെങ്കിൽ എല്ലാവരും ഉണ്ട്, നീ ഇല്ലെങ്കിൽ ആരുമില്ല. ആ രീതിയിൽ കർത്താവ് ആധ്യാത്മികമായിട്ട് വളരാൻ കർത്താവ് അങ്ങനെ മക്കളെ ഉയർത്തി പ്രാർത്ഥിക്കുക. അല്ല അവർ സഹായിച്ചില്ല, ഞാൻ എല്ലാവരെയും സഹായിച്ചു,
അങ്ങനെ ഏതെങ്കിലും തക്ക സമയത്ത് അവരുടെ കൈ ഒഴിഞ്ഞു, ഏത് പട്ടിക്കും ഒരു ദിവസം വരും എന്നൊക്കെ ഞങ്ങളുടെ പിടിച്ച് പോക്കും എന്നൊക്കെ പറഞ്ഞ് വിവരമില്ലാത്ത മനുഷ്യ വ്യർത്ഥ സംഭാഷണം നടത്തുന്നത് പോലെ കർത്താവേ, ഞങ്ങൾ നിന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കർത്താവേ, ആര് വന്നാലും നിന്നാലും പോയാലും നീ പോകാതെ നിൽക്കുമെന്നുള്ള അവസാനം വരെ ഐ വിൽ ബി വിത്ത് യു അൺ ടു ദി ലാസ്റ്റ്, അന്ത്യനിമിഷം വരെ ഞാൻ നിങ്ങളുടെ ഉണ്ടായിരിക്കുന്ന കർത്താവേ, നിന്റെ വാക്കിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കർത്താവേ, കയ്പ് മധുരം മധുരം ആസ് ഇറ്റ് ഇസ് ഗിവൺ വി വിൽ ഈറ്റ്. കർത്താവേ, നിനക്ക് വിളമ്പിത്തരുന്ന ഭക്ഷിക്കാൻ പറഞ്ഞപ്പോൾ കർത്താവേ, ആ ആത്മീയമായ ഔന്നത്യത്തിലേക്കും ആവേശനിർഭരമായ ആത്മധൈര്യത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ആഘോഷമായ ജീവിതത്തെ മാറ്റാൻ കർത്താവേ, നീ ഞങ്ങളെ ശക്തിപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ കർത്താവേ, പല വീടുകളുണ്ട് കർത്താവേ, അത് തമ്മിൽ പിരിയാൻ പോകുന്നവർ, പിരിഞ്ഞു കഴിഞ്ഞവർ, മക്കൾ വഴിയാധാരമായവർ, അപ്പൻ്റെ അമ്മയുടെയും കയ്യിരിപ്പ് കാരണം മക്കൾ അനാഥാരപ്പെട്ടിരിക്കുന്നവരും, മക്കൾക്ക് വെറുപ്പ് തോന്നുന്ന അപ്പനും അമ്മയുടെ വെറുപ്പ് തോന്നുന്നവർ മക്കളുണ്ട്. അവരെ എല്ലാം കർത്താവേ ആന്തരികമായ സൗഖ്യം നൽകുന്ന നീ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്ന ഈശോയെ. അധ്വാനിച്ച് എല്ലൊക്കെ ഒടിഞ്ഞിട്ടും കർത്താവ് കുടുംബത്തിലെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഈശോയെ. അതിനേക്കാളുള്ള പുതിയ പുതിയ ചിലവുകൾ വന്നിട്ട് കർത്താവ് എന്തിനാണ് ജീവിക്കണതെന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സ് ഭാരപ്പെട്ട് കർത്താവ് പണിക്ക് പോകാം. കടങ്ങളുടെ ആധിക്യം കാരണം എത്ര പണിക്ക് പോയാലും അവസാനം വൈകുന്നേരം ആകുമ്പോൾ ചിട്ടിക്കാർ വന്നും ഇൻസ്റ്റാൾമെൻറ്റുകാർ വന്നും കടക്കാർ വന്നും ഒക്കെ കിട്ടിയത് മേടിച്ചുകൊണ്ട് പോകുന്ന കാര്യം വീട്ടിലേക്ക് കർത്താവ് കൈയുടെ പറഞ്ഞ സങ്കടക്കാരുണ്ട് ഈശോയെ. അവർക്കെല്ലാം ജീവിക്കാനുള്ള പുതിയ വഴി കാണിച്ചു കൊടുക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവത്തിൻ്റെ കരുണ 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ ശക്തിയാൽ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ച് ആ മനുഷ്യന്മാർ ചെയ്തിട്ടുള്ള വിശ്വാസത്തിൻ്റെ പുകഴ്ചയിൽ യേശുക്രിസ്തു നാമത്തിൽ ദൈവവേദനെ ഇന്നത്തെ ദിവസം നീ പോകുന്ന എല്ലായിടത്തും നിൻ്റെ ദൈവം നിൻ്റെ കൂടെ ഉണ്ടാകാൻ കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷയുടെ പരിശുദ്ധ അമ്മയെ ഞാൻ നിൻ്റെ കൂടെ അയക്കുന്നു. നീ അമ്മ നിന്നെ സന്ധിക്കാൻ സഹായിക്കുകയും നീ തിരികെ വരുന്ന കാലത്ത് സന്തോഷത്തോടെ കണ്ണുനീരോടെ അവർ വിതക്കാൻ പോകുന്നു. അവർ ജയഘോഷത്തോടെ കമ്മിങ് വിത്ത് carrying the sheep എന്ന് പറഞ്ഞ പോലെ അവർ ജയഘോഷത്തോടെ കറ്റയുമായി തിരിച്ചെത്താൻ കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് വായിക്കുന്ന സുവിശേഷം വചനം സങ്കീർത്തനം 143:10. അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അവിടുന്നാണ് എൻ്റെ ദൈവം. അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ. അതായത് നമ്മൾ നടക്കേണ്ട നിരപ്പുള്ള വഴിയിലൂടെയാണ്. അത് നയിക്കപ്പെടേണ്ടത് എന്താണ്? കർത്താവിൻ്റെ പരിശുദ്ധാത്മാവാണ്. നല്ല ആത്മാവ് എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ്. ഈ കർത്താവിൻ്റെ ആത്മാവ്, ദൈവാത്മാവ്, നല്ലാത്മാവ്, പരിശുദ്ധാത്മാവ്, അങ്ങനെ കർത്താവിൻ്റെ വചനത്തിൻ്റെ വെളിപാടുകളിൽ പരിശുദ്ധാത്മാവിന് പല പല പേര് വന്നിട്ടുണ്ട്. അത് പരിശുദ്ധാത്മാവ് വന്നാൽ എന്ത് പറ്റും? നിരപ്പുള്ള വഴിയിലൂടെ നടക്കും നമ്മുടെ ജീവിതത്തിന്. കാരണം നമ്മളെ കൊണ്ട് പാപം ചെയ്യിക്കാത്ത, അധർമ്മം പ്രവർത്തിപ്പിക്കാത്ത വഴികളിലൂടെ ദൈവം നമ്മൾ നടന്നു. ദൈവത്തിൻ്റെ വചനങ്ങൾ കേട്ടതിന് ശേഷവും നീ മനഃപൂർവ്വം അധർമ്മത്തിൻ്റെ വഴികളിലൂടെ നടന്നാൽ അതിന് പൂർണ്ണമായ ഉത്തരവാദിത്വം നിനക്കാണ്. അതുകൊണ്ട് തന്നെ നീ പാപം ചെയ്യാൻ സാധ്യതയുണ്ട് ഭാവിയിൽ എന്നുണ്ടെങ്കിൽ നിനക്ക് കർത്താവ് പ്രശ്നങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. അതെന്തിനാണെന്നറിയാവോ? ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞായിരുന്നു. അതായത് ഭാവിയിൽ ഇവരെന്താണ്, അപ്പോൾ യാക്കോബും യോഹന്നാനും അവരെ ഭാവിയിൽ തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ദൈവത്തിന് അവർക്ക് വേണം. ഭാവിയിൽ തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുള്ള യൂദാസിനെയാണ് ശരിക്കും പറഞ്ഞാൽ സമറിയായിലൂടെ കർത്താവ് വഴിയൊരുക്കാൻ വേണ്ടി വിടേണ്ടത്. അങ്ങനെ വിട്ടിരുന്നെന്നുണ്ടെങ്കിൽ അയാൾ അവിടെ പ്രശ്നം ഉണ്ടാക്കിയാൽ അയാൾ പോയേനും. അങ്ങനെയല്ല, യൂദാസിനെ ഇവിടെ നിർത്തിയിട്ട് ദൈവത്തിന് പണി കൊടുക്കാൻ സാധ്യതയുള്ളവരെ കൂടെ നിർത്തിയിട്ട് സ്വന്തമായിട്ട് നശിക്കാൻ സാധ്യതയുള്ള അപ്പോസ്തലന്മാരെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് പ്രസംഗങ്ങളുടെ മുഖത്തേക്ക് വിടുന്നത്. അപ്പോൾ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രസംഗങ്ങളുടെ പിന്നിൽ ദൈവത്തിൻ്റെ ഈ വിശുദ്ധീകരണം ഉണ്ടെന്ന് നീ ഓർക്കണം. അതുകൊണ്ടാണ് സമരിയക്കാർ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവർ കൈയും കാര്യം വിട്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ ജെറുസലേമിലൂടെ പോകാൻ പറ്റത്തില്ലെന്ന് ശാഠ്യം പിടിച്ചപ്പോൾ യോഹന്നാനും യാക്കോബിനും വിറഞ്ഞ തുള്ളി അവർ തിരിച്ചു വന്നിട്ട് പറയണത് അവർ സ്വർഗ്ഗത്തിൽ ഇറങ്ങി അവരെ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെ എന്ന്. അപ്പോൾ ഈശോ ചോദിക്കുന്നത് എന്താണ്? വാട്ട് സ്പിരിറ്റ് യു ലീഡ്സ് യു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് അരൂപിയാണ് നിങ്ങളെ നയിക്കണത് എന്ന് വെച്ചാൽ നല്ല ആത്മാവല്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ നല്ല ആത്മാവല്ല, പിന്നെ കെട്ടാത്മാവാണ്, അശുദ്ധാത്മാവാണ് നിങ്ങളെ നയിക്കണത്. അശുദ്ധാത്മാവ് നയിച്ചാൽ എന്ത് സംഭവിക്കും? അശുദ്ധാത്മാവ് നയിക്കണമെങ്കിൽ യോഹന്നാൻ 10:10 സംഭവിക്കും. കൊല്ലാനും നശിപ്പിക്കാനാണ് കള്ളൻ വരുന്നത്. അതാണ് സംഭവം. അശുദ്ധാത്മാവിനെ കള്ളനെന്ന് ഈശോ വിളിക്കുന്നത്. അപ്പം ഇവർക്കുള്ള ആത്മാവ് കള്ളനാണ്, നല്ല ആത്മാവല്ല. അപ്പം നല്ല ആത്മാവിനെ നയിക്കപ്പെടാൻ പ്രാർത്ഥിക്കുക.
കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ചെയ്തികള്, ഞങ്ങളുടെ യാത്രകള്, ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വിനിമയങ്ങളും കർത്താവേ നല്ല ആത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് ദൈവവചനമനുസരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ഇന്നും ജീവിക്കുവാൻ ഞങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കണമേ. ആമേൻ.